നമസ്കാരം. അങ്ങ് ഡൽഹിയിൽ ചില കളികൾ തകൃതിയായി നടക്കുകയാണ്. കളികൾ എന്ന് പറഞ്ഞാൽ ചില ചെറിയ വലിയ രാഷ്ട്രീയ കളികൾ. കളിക്കളത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ശശി തരൂറും കോൺഗ്രസ് പാർട്ടിയും പിന്നെ BJP-യുമാണ്. എടോ, ആ വാതിലൊന്ന് തുറന്നതാ, ഞാനൊന്ന് പുറത്തു പൊക്കോട്ടെ എന്ന ലൈനിലാണ് ശശി തരൂർ. അങ്ങനെ ഞങ്ങൾ വാതിൽ തുറന്നു തന്നിട്ട് താൻ പോയത് തന്നെ എന്ന മട്ടിൽ കോൺഗ്രസും. നാളു കുറച്ചായി ശശി തരൂറും കോൺഗ്രസ് പാർട്ടിയും തമ്മിലുള്ള ഈ കൊതികുത്തു തുടങ്ങിയിട്ട്. കോൺഗ്രസിൽ നിന്നും എങ്ങനെയെങ്കിലും തന്നെ പുറത്താക്കിയാൽ തനിക്ക് ഒരു രക്തസാക്ഷി പരിവേഷം കിട്ടുമെന്നും അതുപയോഗിച്ച് പുതിയ കളത്തിൽ ചുവടുറപ്പിക്കാമെന്നുമാണ് തരൂർ കരുതുന്നത്. എന്നാൽ അങ്ങനെ തങ്ങളുടെ ചെലവിൽ ഒരു രക്തസാക്ഷി പരിവേഷം തരൂറിന് വേണ്ട എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി തരൂർ നടത്തിവരുന്ന മോദി സ്തുതിക്കെതിരെയും പാർട്ടി വിരുദ്ധ നടപടികൾക്കെതിരെയും കോൺഗ്രസ് നേതൃത്വം മൗനം പാലിക്കുന്നത്. നിലവിൽ കോൺഗ്രസിന്റെ MP ആണെങ്കിലും മറ്റ് പ്രധാന ചുമതലകളൊന്നും ശശി തരൂർ ആഗ്രഹിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് തന്നെ ഇനി താൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഒരു ചുമതല അല്ലെങ്കിൽ പദവി തന്നെ തേടിയെത്തണമെങ്കിൽ താൻ ഭരണകക്ഷിയുടെ ഭാഗമാകണമെന്ന് തരൂറിന് വ്യക്തമായി അറിയാം. എന്നാൽ അടുത്ത കാലത്തൊന്നും കോൺഗ്രസ് അധികാരത്തിലെത്തിയിട്ട് തന്റെ ആ മോഹം നടപ്പിലാകില്ല എന്നും മറ്റാരേക്കാൾ വ്യക്തമായി തരൂറിനറിയാം. അതുകൊണ്ട് തന്നെയാണ് ഏതു വിധേനയും ഇനി കാലു പിടിച്ചിട്ടാണെങ്കിൽ കൂടിയും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തു കടക്കണം എന്നുള്ളത് മാത്രമാണ് തരൂറിന്റെ ലക്ഷ്യം. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ പാർട്ടിയിൽ നിന്നും സ്വമേധയെ പുറത്തുപോയാൽ ഒറ്റുകാരൻ എന്ന പഴി തനിക്ക് കേൾക്കേണ്ടി വരുമോ എന്ന ഭയം തരൂറിനുണ്ട്. കൂടാതെ MP സ്ഥാനം രാജിവെക്കേണ്ടിയും വരും. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി നേതൃത്വം തനിക്കെതിരെ നടപടിയെടുത്ത് തന്നെ പുറത്താക്കണമെന്ന് തരൂർ ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിനു വെച്ച വെള്ളം അങ്ങ് വാങ്ങിവെച്ചാൽ മതിയെന്ന് കോൺഗ്രസും. കോൺഗ്രസിൽ നിന്നും പുറത്തു കടക്കുന്ന തരൂർ ഇതുവരെ നടത്തിയ മോദി സ്തുതികളുടെ പശ്ചാത്തലത്തിൽ BJP-യിലേക്ക് ചേക്കേറുമെന്നാണ് പൊതുവിൽ എല്ലാവരും കരുതുന്നത്. എന്നാൽ തരൂറിന്റെ മനസ്സിലെ പദ്ധതി മറ്റൊന്നാണ്. സ്വന്തമായി മറ്റൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക എന്നതാണ് തരൂറിന്റെ ലക്ഷ്യം. സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിൽപ്പെട്ട വ്യത്യസ്തമായ മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ച ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പാർട്ടി, അതാണ് തരൂറിന്റെ സ്വപ്നം. കേരളത്തിൽ ഉൾപ്പെടെ ആ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കുകയും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP-യുടെ ഘടകകക്ഷിയായി മത്സര രംഗത്ത് നിറയുകയും ചെയ്യുക എന്നതാണ് തരൂർ ലക്ഷ്യം വെക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നേരിട്ട് BJP-യിലേക്ക് പോകുന്നത് തന്റെ രാഷ്ട്രീയ ഭാവിക്ക് ദോഷം ചെയ്യുമോ എന്ന ഭയമാണ് ഇത്തരത്തിൽ ഒരു നീക്കത്തിന് തരൂരിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. തരൂറിന്റെ ഈ നീക്കത്തെ BJP നിശബ്ദമായി പിന്തുണയ്ക്കുന്നുണ്ട്. കാരണം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എങ്ങനെയെങ്കിലും കളം പിടിക്കുക എന്നതു തന്നെയാണ് BJP-യുടെയും ലക്ഷ്യം. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അതത്ര എളുപ്പമല്ല. കാരണം BJP-ക്ക് കേരളത്തിലുള്ള ഏക ഘടകകക്ഷി BDJS ആണ്. BDJS BJP-യോടൊപ്പമാണെങ്കിലും വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോഴും CPM-നൊപ്പം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈഴവ വോട്ടുകൾ BJP-യിലേക്ക് എത്തിക്കുക അത്ര എളുപ്പമല്ല. അതേസമയം ശശി തരൂറിന്റെ നേതൃത്വത്തിൽ ഒരു പാർട്ടി കേരളത്തിൽ കളം പിടിക്കുകയും അത് തങ്ങളുടെ സഖ്യകക്ഷിയായി മാറുകയും ചെയ്യുന്നത് BJP-ക്ക് ഗുണം ചെയ്യും. എന്നാൽ തരൂറിന്റെ ഈ സ്വപ്നങ്ങളൊന്നും ഒരു രക്തസാക്ഷി പരിവേഷം നൽകി നടപ്പിലാക്കി കൊടുക്കേണ്ട എന്ന തീരുമാനത്തിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ മോദി സ്തുതികൾ മുതൽ ഈ കഴിഞ്ഞ ദിവസം ബീഹാറിലെ BJP-യുടെ തിരഞ്ഞെടുപ്പ് വിജയാഘോഷ പരിപാടിയിൽ മോദിക്കൊപ്പം വേദി പങ്കിട്ടതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പണ്ടേ പുറത്താക്കേണ്ടതാണ് ശശി തരൂറിനെ. പക്ഷേ ഇനി കാലു പിടിച്ചു കെഞ്ചിയാലും തങ്ങൾ പുറത്താക്കാൻ പോകുന്നില്ല എന്ന വാശിയിൽ തന്നെയാണ് കോൺഗ്രസ് പാർട്ടി. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. കോൺഗ്രസ് പാളയത്തിൽ നിന്നും ശശി തരൂർ എങ്ങനെ പുറത്തു കടക്കുമെന്ന് കാത്തിരുന്നു കാണാം.